ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ എടുത്തത്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ഏറ്റവും പുതിയ മലയാളം ചിത്രങ്ങളുടെ എല്ലാം തന്നെ മെയ് മാസം 28-ാം തീയതി ആയിട്ടുള്ള ബുധനാഴ്ച ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ നരിവേട്ട എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, ആര്യ സലീം തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ അനുരാജ് മനോഹരായിരുന്നു ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 6ാം ദിവസമായിട്ടുള്ള ബുധനാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 95 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 17,50,00,000 രൂപ സ്വന്തമാക്കി വൻ വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, കോട്ടയം നസീർ, ഡോണി ഡേവിഡ് രാജ്, സീമാൻജി നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽജി തുടങ്ങിയവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിപ്പെട്ട ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളും കളക്ഷനും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 6ാം ദിവസമായിട്ടുള്ള ബുധനാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 28 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 3,77,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ധ്യാന്റെ കരിയറിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയ് മാസം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പടക്കൾ എന്ന് പറയുന്ന സിനിമ. 4ാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും തിയേറ്ററിൽ മികച്ച അഭിപ്രായം മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ്, നിരഞ്ജന അനൂപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി മനു സ്വരാജ് ആയിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. എന്നൊക്കെയാണ് ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 21ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ബുധനാഴ്ച കേരള ബോക്സ് ഓഫീസിന് മാത്രം 24 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ ആദ്യ 21 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 16,02,00,000 രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വൻ വിജയത്തിലാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയ് മാസം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്ര കഥാപാത്രമെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ദിലീപ്, സിദ്ദിഖ്, ജോണി ആന്റണി, ഉർവശി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ നവാഗതനായി ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കിയ ചിത്രത്തിന് 4ാം വാരത്തോട്ട് കിടക്കുമ്പോഴും മികച്ച കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 20ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ബുധനാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിന് 26 ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ 20ാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 33 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 22,96,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, തുടരുമെന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രം. എന്തൊക്കെയാണ് വൻപൻ കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 6ാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ലാലേട്ടൻ, ശോഭന, മണിയമ്പിള്ള രാജു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി ആയിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. OTT റിലീസിന് ശേഷവും പെരുമഴയിലും ചിത്രം വൻ വിജയമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ചിത്രത്തിൽ 34ാം ദിവസമായിട്ടുള്ള ബുധനാഴ്ചത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 34 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 34 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 234 കോടി ചിത്രം പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഇപ്പോഴും തലയുയർത്തി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇതേ കളക്ഷൻ തന്നെ നിലനിർത്താൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം ഈ ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിനിമകളെ അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമായിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.